അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വാക്കുകൊണ്ട് വിലയിരുത്താനാകില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അപൂർവമായി 24 മണിക്കൂറിനിടയിൽ 2 തവണയാണ് നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുമിടയിലുണ്ടായ ഇത്തരത്തിലൊരു സമന്വയം ഇതുവരെയുണ്ടായ ചരിത്രമില്ലെന്നും ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകം മുഴുവനും പശ്ചിമേഷ്യയിലും വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവുകളുടെ 56ാമത് സ്പീക്കറായി സേവനമനുഷ്ഠിക്കുന്ന മൈക്ക് ജോൺസണുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും നെതന്യാഹു വിവരിച്ചു. തുടർന്ന് ഗാസയിലെ യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് അനുയോജ്യമായ തീരുമാനം കൈക്കൊള്ളാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫലത്തിൽ ട്രംപും താനും ഒന്നിച്ചാണെന്നും ഒരു കാര്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഒന്നിച്ചു നിൽക്കുമ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ലോകം കണ്ടുകഴിഞ്ഞതായും നെതന്യാഹു പറയുന്നു. സെനറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് നെതന്യാഹു വീണ്ടും ട്രംപിനെ കണ്ടത്. അതേസമയം ടെക്സസിലെ പ്രളയത്തിൽ മരണപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.